നമ്മൾ പോകുന്നത് കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് നിന്ന് ഒരു വാർത്ത വരുന്നുണ്ട്. പുറമേരിയിൽ ഇലക്ട്രിക്കൽ ലൈറ്റ് കടയിൽ വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. പുറമേരി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. നാദാപുരം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ദിലീഷ തിലകൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദിലീഷ, ഇതെപ്പോൾ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? അമൃത, ഉച്ചയ്ക്ക് 2:45 കൂടിയാണ് കോഴിക്കോട് പുറമേരിയിൽ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തീപിടിച്ചത്. ഏകദേശം 8ഓളം കടകൾ കടമുറികൾ ആ കെട്ടിടത്തിലുണ്ട്. ആ കടമുറികളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് കത്തി നശിച്ച നിലയിലാണ് ഉള്ളത്. ഏകദേശം 2:45 കൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. അതായത് പുറമേരി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ യൂപ്പർ എന്ന കടയിലാണ് തീപിടിച്ചത്. ഇലക്ട്രിക് ലൈറ്റ് കടയാണ്. മാത്രവുമല്ല, ഇവിടെ തന്നെ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിൽക്കുന്ന ഒരു കട കൂടി തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കടയും കത്തി നശിച്ചിട്ടുണ്ട്. എല്ലായിടത്തേക്കും തീ വ്യാപകമായിട്ട് പടരുകയായിരുന്നു. ഈ ജീവനക്കാർ തന്നെയാണ് ഈ പുക വരുന്നത് കാണുന്നത്. ഉടനെ തന്നെ പുറത്തിറങ്ങുകയും ഫയർഫോഴ്സിനെ അറിയിക്കുകയുമായിരുന്നു. നാദാപുരത്ത് നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. തീ അണയ്ക്കാനുള്ള പരിശ്രമം തുടരുകയാണ്. ഏകദേശം 8ഓളം കടകൾ പൂർണ്ണമായിട്ടും കത്തി നശിച്ച നിലയിൽ തന്നെയാണ്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. എന്നാൽ പോലും ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ജീവനക്കാർ അറിയിക്കുന്ന വിവരം. എന്തായാലും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തുണ്ട്. തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. 2:45 കൂടിയാണ് തീ പിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.